ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ പേരൂച്ചാൽ പാലത്തിലാണ്. പമ്പാ നദിയുടെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലമാണ് പേരൂച്ചാൽ പാലം. ഇന്ന് രാവിലെ മുതൽ പമ്പാ നദിയിൽ കൂടി ഓയിൽ മയമുള്ള ഒരു വസ്തു ഒഴുകിപ്പോകുന്നതായി പ്രദേശവാസികളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു കാഴ്ച ജനങ്ങൾ കണ്ടത്. ജനങ്ങൾ ഏതായാലും ആശങ്കയിലാണ്. ഇത് ഓയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസപദാർത്ഥമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇക്കാര്യം റാന്നി MLA പ്രമോദ് നാരായണനും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമോദ് നാരായൺ പറഞ്ഞിരിക്കുന്നത് ഓയിൽ മയമുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസപദാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കൂടി മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടും ഒപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോടും ഇക്കാര്യം വിശദമായി അന്വേഷിക്കാൻ റാന്നി MLA പ്രമോദ് നാരായൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ പമ്പാ നദിയിൽ ആരെങ്കിലും മനഃപൂർവ്വം ഇത്തരത്തിൽ മാലിന്യം കലർത്തിയതാണെങ്കിൽ അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും റാന്നി MLA പ്രമോദ് നാരായൺ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ റാന്നി പേരൂച്ചാൽ പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ പമ്പാ നദിയിലെ ഈ ഓയിൽ മയം കലർന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് രാസവസ്തുവാണ് എന്നുള്ളത് പ്രാഥമികമായി അന്വേഷിക്കുന്നതിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ജനങ്ങൾക്കുള്ളൊരു ആശങ്ക എന്താണ് ഇക്കാര്യത്തിൽ? ആശങ്ക ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. അത് MLA അങ്ങനെ ആരുടെയും പറഞ്ഞ് അത് MLA കണ്ട് അതെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഈ പമ്പാ നദിയുടെ തീരങ്ങളിൽ കുടിവെള്ള മോട്ടോറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം പമ്പുകൾ വഴിയാണ് നടത്തുന്നത്. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയല്ലേ? ഇങ്ങനെ മാലിന്യം കലർന്ന ജലം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്ത് കുടിവെള്ളമായി വീടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ടോ? ഉണ്ട്. അത് നല്ല രീതിയിൽ അത് പോകണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അത് കുടിവെള്ളമായതുകൊണ്ട് അത് എങ്ങനെയും അതൊരു നല്ല രീതിയിൽ അതാക്കണം. പമ്പാ നദിയുടെ തീരത്ത് പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകളുണ്ട്. ആ പമ്പ് ഹൗസിൽ നിന്നും ഈ പമ്പാ നദിയിലെ ജലം പമ്പ് ചെയ്താണ് കുടിവെള്ളമായി വീടുകളിലേക്ക് എത്തുന്നത്. വേനൽക്കാലത്തൊക്കെ ഈ പമ്പാ നദിയിലെ ജലമാണ് എല്ലാ ആളുകൾക്കും നിരവധി പഞ്ചായത്തുകൾക്കൊക്കെ ആശ്രയം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഇടത്താണ് ഈ പമ്പാ നദിയിൽ ഇങ്ങനെ ഓയിൽ മയം കലർന്ന ഒരു വെള്ളം ഒഴുകിപ്പോകുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നത്. ഏതായാലും അധികൃതർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായി ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. റാന്നി MLA കൃത്യമായും പറഞ്ഞത് ഇത് കണ്ടെത്തണം എന്നുള്ളതാണ്. എന്താണ് രാസവസ്തുവാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ മയമാണോ എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാഥമികമായിട്ട് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് മാഡം? നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യണം. ഓയിൽ ആൻഡ് ഗ്രീസും ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ ഇനിഷ്യലായിട്ട് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ അതിൽ എത്രമാത്രം തോതുണ്ടെന്നുള്ളത്. ഇത് ഒരു മണിക്കൂറിലധികമായി ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ നദിയിൽ കൂടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓയിലിന്റെ രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യട്ടെ. ഇതിന്റെ സോഴ്സ് ഓഫ് ഒറിജിൻ എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ പറയാം. സോഴ്സ് ഓഫ് ഒറിജിൻ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമാണോ? എങ്ങനെയാണ്? ഉണ്ട് ഇതിനകത്ത് അത് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് നോക്കിയിട്ട് നമ്മൾ പറയാം. നിങ്ങളുടെ ഒരു പരിചയത്തിൽ നിന്ന് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു പ്രാഥമികമായിട്ട്? എന്തെങ്കിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ടെസ്റ്റ് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകളുണ്ട്, അതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കയ്ക്ക് ഇടയുണ്ടോ? പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഏതായാലും വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് വസ്തുവാണ് ഈ വെള്ളത്തിൽ കലർത്തിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.